വേറെ ആരെ ഞാൻ പാർട്ട്ണറാക്കിയാലും നിന്നെ ഞാൻ പാർട്ട്ണറാക്കില്ല. ഇത്ര നല്ലൊരു പാർട്ട്ണറെ കിട്ടിയിട്ട് പ്രോഫിറ്റ് ഷെയറും ടോട്ടൽ ലോസ് ആയാലും പ്രശ്നമില്ലാതെ കണ്ട് നീ എന്നെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും പാർട്ട്ണറൊപ്പം പോയാ നിന്റെ ബിസിനസ് ഒരു ഗതി പരഗതി ഇല്ലാണ്ട് നീ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ എന്റെ കൺമുമ്പിൽ കൂടെ കാണും. ഞാൻ പോവാ. ബൊട്ടിക് ബോട്ടി കച്ചവടത്തിന് നീ എന്നെ വിളിച്ചാ എന്നിട്ട് വേണം ഞാൻ പണിയെടുത്തിച്ചാവാൻ. ഞാനൊന്നുമില്ല ഇനി ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും വെച്ച് നീ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിക്കഴിഞ്ഞാ ഞാൻ ഫുഡ് ബ്ലോഗ് എടുക്കും. നിന്റെ ഫുഡ് ഒരു കാര്യമില്ലാന്നും അവിടെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നീ ഫുഡ് കൊടുക്കുന്ന വേണ്ടിട്ട് ഞാൻ നശിപ്പിക്കും, വൈറലാക്കും. ഒന്നും വേണ്ട. എന്റെ കൂട്ടുകാരൻ ജിഞ്ചനും ഷുഡി മച്ചാനും നിനക്കറിയോ? ഞാൻ അങ്ങോട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് പറയും നിന്റെ കടയിൽ നിന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് മുങ്ങാൻ. അങ്ങനെ നിന്റെ കട ഞാൻ പൊട്ടിക്കും. ചേച്ചി ബൊട്ടിക്കുന്ന തുന്നണതല്ലേ? അത് നീ പൊട്ടനെ അറിയണ്ട മോളെ. തയ്യലാണെങ്കിലേ നിന്റെ തയ്യൽ മെഷീൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഒരു ഒറ്റ കോയിൻ വെച്ചിട്ടേ നിന്റെ തയ്യൽ മെഷീൻ ഞാൻ സ്റ്റക്കാക്കും. അങ്ങനെ തയ്യൽ മെഷീനും നീയും ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് പാർട്ട്ണർഷിപ്പിന്റെ ഒരു അഗ്രിമെന്റ് വെക്കും. നീ അതിൽ സൈൻ ചെയ്യണ്ടോ ഇല്ലയോ? ഇല്ലേ? ചേച്ചിക്ക് മോഡലിംഗ് ചെയ്തൂടെ? എന്തിനാ മോഡലിംഗ് ചെയ്യണേ? എന്നിട്ട് വേറെ മോഡലിന്റെ ഒപ്പം കയ്യും പിടിച്ച് കാറ്റ് വാക്ക് ചെയ്യാനാ? അല്ല, എനിക്ക് നിന്റെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നിന്റെ റാമ്പിൽ ഞാൻ വെളിച്ചെണ്ണ വെച്ചിടും. എന്നിട്ടും നീ വീണില്ലെങ്കിൽ ഫ്രണ്ട് റോയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടേ ആരും അറിയേണ്ട ഇടങ്കാലി വെച്ച് വീഴ്ത്തിടും. ചിലപ്പോ ഞാനേ കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ കോഴിത്തലയിൽ ജീരകമുട്ടായി കുത്തി നിറച്ചിട്ട് ഞാൻ നിനക്ക് മുട്ടം പണി തരും. നിമിഷം നേരം കൊണ്ട് നീ ശിഥിലാവും നിന്റെ ലൈഫ്. ചേച്ചി രക്ഷപ്പെടണമെങ്കിൽ ചേച്ചി ഇവിടുന്ന് കാനഡയ്ക്ക് പോയിക്കും. നീ എക്സ്പോർട്ട് ചെയ്താലും നീ ഇവിടുന്ന് എക്സ്പോർട്ട് ആയാലും എന്റെ 5 രൂപ 50 പൈസയുടെ മുട്ടയിൽ ഞാൻ നിനക്ക് പണിയും. ചാത്തന്മാരിൽ പുഴുങ്ങി കൊടുത്തയച്ചിട്ട് നിന്റെ വീടിന്റെ സൈഡിലെ മഞ്ഞിൽ കുഴിച്ചിടാൻ പറയും ഞാൻ. നിമിഷം നേരം കൊണ്ട് നീ ശിഥിലാവും മോളെ. നീ സൈൻ ചെയ്തോ വേണമെങ്കിൽ ചെയ്യണ്ട. നിന്റെ പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കോഞ്ചറിങ് സിനിമയിലത്തെ ചേച്ചിയും ചേട്ടനെ വരെ വിളിച്ചാലും അവർ എക്സ്റേ എടുത്തിട്ട് നോക്കിയിട്ട് പറയും ആ ചെക്കനെ മുട്ടയിൽ നല്ല മുട്ടം പണി ചെയ്തിരിക്കണം. അവൻ ആ ജപിച്ച് കെട്ടിയ കെട്ട് പിടിപ്പിക്കാൻ നീ അവനെ കെട്ടണം എന്ന് പറയും. നീ വെക്കിട്ടോ? ഞാനേ ഒരു പാർട്ട്ണറെ നോക്കില്ല, ഞാൻ വല്ല പണി എടുത്ത് ജീവിച്ചോളാം. അന്ന പണിക്കാരനായിട്ട് എന്നെ എടുക്ക്. ഇല്ല.